മലപ്പുറം നിലമ്പൂർ കാളികാവിൽ പുലിയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. കാളികാവ് സ്വദേശി ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് സംഭവം. ഗഫൂറിൻ്റെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഇയാൾ രക്ഷപ്പെട്ടു. ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, പുലിയുടെ ആക്രമണത്തിൽ യുവാവിന് ജീവൻ നഷ്ടമായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. മണിയോടെയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കാളിക്കാവിലാണ് പുലിയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടത്. ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് ഗഫൂർ ഇത്തരത്തിൽ പുലിയുടെ ആക്രമണത്തിന് ഇരയായത്. ഗഫൂറിനൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഇയാൾ പിന്നീട് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇയാളും ടാപ്പിംഗ് തൊഴിലാളിയാണ്. ഈ ടാപ്പിംഗ് തൊഴിലാളിയായ രണ്ടുപേരും തൊഴിലിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ടാപ്പിംഗ് തൊഴിലിന് വേണ്ടിയാണ് ഈ ഭാഗത്തേക്ക് പോയത്. ഈ സമയത്ത് പുലി ഇവിടേക്ക് വരികയും കൂടെ ഉണ്ടായിരുന്ന ആൾ ഓടിയായിരുന്നു. പക്ഷേ ഗഫൂറിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഇയാളെ പിന്നീട് പുലി പിടിച്ച് വനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. പിന്നീട് ഈ രക്ഷപ്പെട്ട ആളുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസും മറ്റ് വനവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. പിന്നീട് ഗഫൂറിന്റെ മൃതദേഹം ലഭിച്ചു. വന്യമൃഗശല്യം രൂക്ഷമായ ഒരു മേഖല കൂടിയാണ് കാളിക്കാവ്. പ്രത്യേകിച്ച് ഇത് വനയോര മേഖലയോട് ചേർന്ന് കിടക്കുന്ന മലയോര പ്രദേശങ്ങൾ കൂടിയാണ്. ഇവിടെ പലപ്പോഴും ജനവാസ മേഖലകളിലേക്ക് അടക്കം കാട്ടാനകളും മറ്റ് കാട്ടുമൃഗങ്ങളും തുടർച്ചയായി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഈ അടുത്ത കാലത്തായി ഇത് വലിയ രീതിയിൽ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ കൃത്യമായ ഒരു നടപടികളൊന്നും തന്നെ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. അടുത്ത കാലത്തായി നിരവധി ജീവനുകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ നഷ്ടമായിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും കൃത്യമായ നടപടികളൊന്നും തന്നെ സ്വീകരിക്കാത്തതിൽ വലിയൊരു പ്രതിഷേധത്തിലാണ് ഈ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുലിയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. നിഖിൽ. ശരി ശിവദാസ്. മലപ്പുറം നിലമ്പൂർ കാളികാവിൽ പുലിയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. കാളികാവ് സ്വദേശി ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് സംഭവം. ഗഫൂറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ രക്ഷപ്പെട്ടു. വിവരം നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.